വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ ഞങ്ങളുടെ വ്ളോഗ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പിലോപ്പി നല്ല അടിപൊളിയായിട്ട് പൊള്ളിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവോള, ചെറിയുള്ളി ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. നല്ല ഫ്രഷ് കറിവേപ്പില, കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തി ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇനി നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, ഒരു ഹാഫ് നാരങ്ങ നീര്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് നമ്മൾക്ക് മീനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം. മീൻ മാക്സിമം ഒരു 1 kg മേലെ വെയിറ്റ് വരുന്ന മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എല്ലാ ഭാഗത്തേക്കും നല്ല ആ വരഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. രണ്ട് സൈഡും ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഉള്ളിലേക്കും എല്ലാവിടേക്കും നന്നായിട്ട് എത്തുന്ന പോലെ തേച്ച് പിടിപ്പിക്കുക മസാല. മാരിനേറ്റ് ചെയ്ത മീൻ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമ്മൾക്കത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അവിടെ തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വലിയ മീനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാംസം ഉണ്ടായിരുന്നു. രണ്ട് സൈഡും നല്ല രീതിയിൽ തിരിച്ചു മറിച്ചു വിട്ടിട്ട് 10-15 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലോട്ട് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, വാളംപുളി, ഉപ്പ് ഈ കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർത്താൻ വിട്ടുപോയതാണ്. അടുത്തായിട്ട് നമുക്ക് അതിലോട്ട് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടുന്ന
പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. കുരുമുളക് പൊടി, ഉലുവ പൊടിച്ചത് ഉള്ളവർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയായ മസാല വാട്ടിയെടുത്ത വാഴയിലയിലോട്ട് വെച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ മീൻ വെച്ചിട്ട് ബാക്കിയുള്ള മസാല നമുക്ക് മേലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. വലിയ മീനായതുകൊണ്ട് തന്നെ വലിയ വാഴയില തന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ. മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഫില്ല് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് രണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇത് പൊതിഞ്ഞെടുത്തത് എൻ്റെ ഉമ്മയാണ്. എനിക്കത് പൊതിഞ്ഞെടുക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കെട്ടുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കത് പൊള്ളിച്ചെടുക്കാം. ദോശക്കല്ലിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളത് പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റോളം നമ്മളത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കണം. അപ്പോഴാണ് ഈ വാഴയിലയുടെ നല്ല ഫ്ലേവർ അതിലേക്ക് കിട്ടുള്ളൂ. ഇതാ അപ്പം നമ്മൾ പൊള്ളിച്ചെടുത്ത മീൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർഫുള്ളായിരുന്നു. അപ്പോൾ ഇതേ റെസിപ്പി തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ ഞങ്ങളുടെ വ്ളോഗുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ. അടുത്തൊരു വ്ളോഗായിട്ട് ഞങ്ങൾ പിന്നെ വരുന്നതായിരിക്കും. ബൈ.